മാർവിഷൻ പ്രേക്ഷകർക്ക് ജനസമക്ഷം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സംസ്ഥാന വനം ഭവന വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വമാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതിഭീകരമായ പതനത്തിന് ശേഷം തൊട്ടുപിന്നാലെ നടക്കുന്ന ഇലക്ഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനെ LDF എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പരാജയമുണ്ടായി. ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗുണം അത് സത്യങ്ങളെ തന്നെ കാണുന്നുള്ളതാണ്. ഞങ്ങൾക്കെന്നുണ്ടായത് പരാജയം തന്നെയാണ്. ഞങ്ങളതിനെ വേറൊരു പേരിട്ട് വിളിക്കില്ല. അതിൻ്റെ പേര് പരാജയം എന്ന് തന്നെയാണ്. പക്ഷെ ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ പഠിക്കാതിരുന്നിട്ടില്ല. ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്. ആ കാരണങ്ങളെ കണ്ടെത്തി അതിനെ നികത്തി തിരുത്തേണ്ടത് തിരുത്തി ഞങ്ങൾ കൂടുതൽ കരുത്തുറ്റ ഒരു ജനപക്ഷ മുന്നണിയായി, പൂർണ്ണമായ ആത്മവിശ്വാസം കെട്ടിപ്പിടിക്കുന്ന ഒരു ഇടതുപക്ഷ ഐക്യത്തിൻ്റെ മുന്നണിയായി, ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി പൂർവാധികം കരുത്താർജിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ ഇലക്ഷൻ്റെ ഫലത്തെ ആശ്രയിച്ച് ആരെങ്കിലും എന്തെങ്കിലും കണക്കുകൾ കൂട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ആ കണക്കെല്ലാം തെറ്റിപ്പോകാൻ പോവുകയാണ്. പണ്ട് എവിടെയോ ഒരു ചക്ക വീണപ്പോൾ ഒരു മുയൽ ചത്തു. അതുകൊണ്ട് എല്ലായ്പ്പോഴും ചക്ക വീഴുമെന്നും ചക്ക വീഴുമ്പോഴെല്ലാം മുയൽ ചാകുമെന്നുമുള്ള ഒരു തെറ്റായിട്ടുള്ള വ്യാമോഹം എവിടെയെങ്കിലും വെച്ച് പുലർത്തപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യാമോഹത്തിൻ്റെ ആയുസ് ഏതാനും ദിവസം വരെ നീണ്ടു നിൽക്കൂ. അത് പരിപൂർണമായും അസ്ഥാനത്താണെന്ന് തെളിയിക്കപ്പെടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വിധിയെടുത്താണ് ഉണ്ടാകാൻ പോകുന്നത്. LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. ഞങ്ങൾ വിജയിക്കാൻ പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവത്തേക്കാൾ വ്യത്യസ്തമായ LDF അനുകൂലമായൊരു വിജയം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്തത്ര വമ്പിച്ച മുന്നേറ്റമായിരിക്കും LDF ഉണ്ടാക്കാൻ പോകുന്നത്. ചിലപ്പോൾ കഴിഞ്ഞ സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ടായതുപോലെയുള്ള ഒരു വിജയം LDFിനുണ്ടായാലും ആർക്കും അത്ഭുതം വേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് പാഠമാണ് LDF പഠിച്ചിട്ടുള്ളത്? രാഷ്ട്രീയ പാഠങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, ജനങ്ങളുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ഘടകങ്ങൾ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോരോ പാർട്ടികളുടെയും ആഭ്യന്തരമായിട്ടുള്ള സംഘടനാ ശേഷിയുടെ ശക്തി ദൗർബല്യങ്ങൾ, LDFിലെ ഘടക പാർട്ടികൾ തമ്മിൽ പുലർത്തേണ്ടുന്ന പരസ്പര ബന്ധത്തിൻ്റെയും ആദരവിൻ്റെയും ഘടകങ്ങൾ തുടങ്ങിയ നാനാവിധ വിഷയങ്ങളുണ്ട്. അതെല്ലാം അടങ്ങുന്ന ഒരു സമഗ്രമായ രാഷ്ട്രീയ പാഠം എന്നെടുത്താൽ മതി. LDFിൽ നിന്ന് വിട്ടുപോയ ഒരു പാർട്ടിയായിരുന്നു ജനതാദൾ. ആ ജനതാദൾ മുന്നണി വിട്ടപ്പോഴും ഒന്നും പ്രതികരിക്കാതിരുന്ന CPI ഇപ്പോൾ 2 ദിവസം മുമ്പാണ് K. ഇസ്മായിൽ ജനതാദളിന് അനുകൂലമായി സംസാരിച്ചത്. എന്താണ് ഈ ജനതാദളിൻ്റെ വിട്ടുപോക്ക് ഇത്രയും ലേറ്റ് ആകാനുള്ള കാരണം? നമ്മളതങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞൊരു വിഷയമാക്കുന്ന കാര്യമില്ല. ദാറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. ജനതാദൾ മുന്നണി പ്രവേശനത്തിലുള്ള വിഷയം ക്ലോസ് ചെയ്തെന്ന ദാറ്റ് ഇസ് എ ക്ലോസ് ചാപ്റ്റർ. അപ്പോൾ ജനതാദളിൻ്റെ മുന്നണി പ്രവേശനം ഇനിയൊരു ചർച്ച അജണ്ടയല്ല. അത് അടച്ചു വെക്കപ്പെട്ട അടഞ്ഞു കഴിഞ്ഞ അധ്യായമാണ്. ആ അധ്യായങ്ങൾ വീണ്ടും തുറക്കേണ്ടതില്ല. അല്ല, തിരിച്ചു വരാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ ജനതാദൾ? അത് നല്ല അറിയിക്കട്ടെ, ആലോചിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഉള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ മണ്ഡലമായ നാദാപുരത്ത് 10,000 വോട്ടിൻ്റെ പിന്നിലായിരുന്നു LDF. അതിനുശേഷം നാദാപുരത്തെക്കുറിച്ചോ നാദാപുരത്തിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചോ ഏതെങ്കിലും രീതിയിൽ ഉള്ളൊരു ഭയപ്പാട് ഉണ്ടായിട്ടുണ്ടോ താങ്കൾക്ക്? ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് ഒരു രാഷ്ട്രീയ വിജയത്തിൽ അതിര് കവിഞ്ഞ ആഹ്ലാദമോ ഒരു പരാജയത്തിൽ അതിരേറ്റ പേടിയോ ഉണ്ടാകേണ്ട കാര്യമില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നയിക്കേണ്ടത് നമ്മുടെ ധർമ്മം, നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക, അത് ഏറ്റവും ആത്മാർത്ഥമായി ചെയ്യുക, നീതിപൂർവകമായി ചെയ്യുക. അതിൻ്റെ വിധിയെഴുത്ത് ജനങ്ങളുടെ അവകാശമാണ്. ആ ജനകീയ വിധിയെഴുത്തിനെ അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ മാനിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക. 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലോക്സഭാ ഇലക്ഷനിൽ UDFന് കിട്ടിയെങ്കിൽ 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFന് കിട്ടിയ കഥയും നാദാപുരത്തിന് പറയാനുണ്ട്. അതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ നിരീക്ഷണങ്ങളും അതിൻ്റെ നിലപാടുകളും ജനങ്ങളുമായി പങ്കിട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ്.
ആ ശബ്ദത്തിൽ ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസമാണ്. ജനങ്ങൾ ഞങ്ങളെ നല്ലവണ്ണം മനസ്സിലാക്കിയവരാണ്. അത് തരുന്നൊരു വിശ്വാസമുണ്ട്. ഇതേ ജനങ്ങൾ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഭൂരിപക്ഷം നൽകുകയും കഴിഞ്ഞ തവണ LDF-ലെ മന്ത്രി വിനോയ് വിശ്വത്തിന് 17,500 വോട്ടിന്റെ ലീഡും തന്നത്. അപ്പോൾ ഈ 3 വർഷത്തിനിടയിൽ വന്ന ഈ മാറ്റം എങ്ങനെയാണ് കാണുന്നത്? അല്ല, ജനങ്ങൾ പൊതുവെ അവരുടെ നിലപാടുകൾ അറിയിക്കുമ്പം അതിൻ്റേതായ രീതിശാസ്ത്രമുണ്ട്. ആ രീതിശാസ്ത്രങ്ങളെയെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ കണക്കിലെടുക്കണം. അതിൻ്റെ നാനാവശങ്ങളെപ്പറ്റി അപഗ്രഥിക്കേണ്ടവയെല്ലാം അപഗ്രഥിക്കണം. അതിലൂടെ അവർ കൂടുതൽ ശരിയായ നിലപാടിലേക്കും നയങ്ങളിലേക്കും പോകണം. LDF അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഒരു ഭൂരിപക്ഷ വലിപ്പവും LDF-നെ നാദാപുരത്തൊന്നല്ല, കേരളത്തിൽ എവിടെയും ഭയപ്പെടുത്തുന്നില്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സ്വന്തം ചെയ്തുകളുടെ ബലത്തിൽ ഈ സമൂഹത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ ഇടതുപക്ഷം ഏറ്റെടുത്ത ദൗത്യത്തിൻ്റെ മഹത്വത്തെ മാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാൽ ഭയപ്പാടിൻ്റെ യാതൊരു കാരണവും ഇല്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷയ്ക്കുള്ള ഒട്ടേറെ ന്യായങ്ങൾ, കാരണങ്ങൾ വേണ്ടുവോളം ഉണ്ട് താൻ. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും LDF മുമ്പോട്ട് പോവുക. ഒരു 4 വർഷം മുമ്പ് നാദാപുരം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ സ്വീകരണത്തിൽ താങ്കൾ തന്നെ നേരിട്ട് പറയുകയുണ്ടായി, ലഭിച്ചത് ഇഷ്ടമില്ലാത്ത വകുപ്പാണെന്ന്. ആ ഇഷ്ടമില്ലാത്ത വകുപ്പ് 4 വർഷം വളരെ സജീവമായി ഇടപെട്ട ശേഷം താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അതിപ്പോൾ എനിക്കും ഇസ്മയിലിനും അറിയാം എന്താ ഉണ്ടായതുണ്ട്. ഇസ്മയിൽ എല്ലാവരും അറിയട്ടെ, ഇസ്മയിലും ഞാനും തമ്മിലുള്ള ബന്ധം അത്ര അടുത്തൊരു സാഹോദര്യ ബന്ധമാണ്, നിറഞ്ഞ സ്നേഹബന്ധമാണ്. അന്നുണ്ടായത് വനം വകുപ്പിനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ എന്നോട് ഇസ്മയിൽ വീണ്ടും വീണ്ടും ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു വാങ്ങിച്ച ഒരു വകുപ്പല്ല വനം വകുപ്പെന്ന് ഞാൻ പറഞ്ഞു. അത് സത്യമാണ്. അതിന് ഇസ്മയിൽ ഒരു സമർത്ഥനായ പത്രപ്രവർത്തകൻ്റെ സാമർഥ്യം അല്പം ഏറെ കാണിച്ചുകൊണ്ട് ഒരു വാർത്തയാക്കി, വനം വകുപ്പ് ഇഷ്ടപ്പെട്ട വകുപ്പല്ല എന്ന്. അതാണ് ഉണ്ടായത്. വനം വകുപ്പ് ഒരു മഹത്തായ വകുപ്പാണ്, തീർച്ചയായിട്ടും മഹത്തായ വകുപ്പാണ്. അതൊരു സേവന വകുപ്പല്ല, ഒരു വികസന വകുപ്പുമല്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം 10,000-കണക്കായ ആളുകൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാനോ നാട് നീള വികസനത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനോ ഒന്നും ലക്ഷ്യമാക്കപ്പെട്ട വകുപ്പല്ല വനം വകുപ്പ്. പക്ഷേ വനം വകുപ്പ് ഏതൊരു ഗവൺമെൻറ്റിലെയും ഏത് വകുപ്പിനെ പോലെയും തുല്യ പ്രാധാന്യമുള്ളൊരു മേജർ വകുപ്പാണ്. ആ വകുപ്പിൽ നമ്മൾ ഇന്ന് ശരി ചെയ്താൽ ആ ശരികളുടെ അനുകൂലമായ ഘടകങ്ങൾ നാളത്തെ ജീവിതത്തിൽ സമൂഹത്തിനാകെ അനുഭവപ്പെടും. ആ വകുപ്പിൽ നമ്മൾ ഇന്ന് തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ വില സമൂഹമാകെ നാളെ കൊടുക്കേണ്ടി വരും. അപ്പം നേരായ വഴിക്ക് ചെയ്യേണ്ട പ്രവർത്തകരുടെ ഒരു വകുപ്പാണ് വനം വകുപ്പ്. മറ്റേത് വകുപ്പിനേക്കാൾ കൂടുതലായി ഭാവിയുടെ താല്പര്യങ്ങളുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ട് വനം വകുപ്പ്. അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയും, മറ്റെല്ലാ വകുപ്പുകളും വർത്തമാനത്തിൻ്റെ ഇന്നിൻ്റെ വകുപ്പാണെങ്കിൽ വനം വകുപ്പ് ഇന്നിൻ്റെ മാത്രമല്ല, അത് ഭാവിയുടെ വകുപ്പാണ്, നാളെയുടെ വകുപ്പാണ്. നാളത്തെ ജീവിതത്തിൻ്റെ സ്വഭാവം, നാളത്തെ ജീവിതാവസ്ഥകളുടെ ഘടന, നാളത്തെ പ്രകൃതിയുടെ താളലയ ക്രമങ്ങൾ, നാളത്തെ വെള്ളത്തിൻ്റെ ലഭ്യത, ശുദ്ധവായുവിൻ്റെ ലഭ്യത, നമ്മുടെ മക്കൾ ജീവിക്കാൻ വരുമ്പോഴുള്ള ഭൂമിയുടെ മുഖച്ഛായ എന്തായിരിക്കണം തുടങ്ങിയ നാളെയെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രാധാന്യമായ എല്ലാത്തിൻ്റെയും തീരുമാനം ഇന്ന് കൈക്കൊള്ളേണ്ടുന്ന വകുപ്പാണ് വനം വകുപ്പ്. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ആ വകുപ്പിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ, തെറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത, ശരി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ എല്ലാ തരത്തിലുള്ള അർപ്പണബോധവും കാണിച്ചുകൊണ്ട് വനം വകുപ്പിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ നേരായ ദിശയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന അഭിമാനബോധം എനിക്കുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് മാത്രമല്ല, UNO തന്നെ വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ വനം പരിസ്ഥിതി മേഖലയിലെ ബഹുമതിയായ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് 2 തവണ ഏറ്റുവാങ്ങാൻ അവസരമുണ്ടായ വനം വകുപ്പിനെയാണ് ഞാൻ നയിച്ചത്. UNOയുടെ കീഴിലുള്ള UNEP അതിൻ്റെ ഏറ്റവും വലിയ ചില ക്യാമ്പയിനുകളിൽ കേരളത്തിലെ വനം വകുപ്പ് വഹിച്ച പങ്കിനെപ്പറ്റി പ്രശംസാപത്രം നൽകിയത് ഈ കഴിഞ്ഞ കാലയളവിലാണ്. അതിൽ മന്ത്രി എന്ന നിലയ്ക്കുള്ള എൻ്റെ പങ്കിനെപ്പറ്റിയും UNEP എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നെ നേരിട്ട് അയച്ചു തരികയുമുണ്ടായി. അതിൻ്റെ എല്ലാം ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും എനിക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വനം വകുപ്പിനെ ഒരു ജനങ്ങൾക്ക് ബന്ധമുള്ള വകുപ്പാക്കി
ഞങ്ങൾ മാറ്റിയെടുത്തു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് വനം വകുപ്പിൽ 2-3 മന്ത്രിമാർ വന്നു പോയിക്കൊണ്ടിരുന്നു. പല ആരോപണങ്ങൾ കൊണ്ടും രാജിവെച്ചവരുണ്ട്. സുജനപാൽ, വിശ്വനാഥ്. അതിനുശേഷമാണ് മന്ത്രി ബിനോയ് വിശ്വം വനം വകുപ്പിൻ്റെ മന്ത്രിയാകുന്നത്. ആ 2 കാലയളവ് UDFൻ്റെ ഭരണത്തിന് ശേഷം LDFൻ്റെ മന്ത്രിയായതിനു ശേഷം ചെയ്ത സേവനങ്ങളെ താങ്കൾ എങ്ങനെയാണ് നാട്ടുകാർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്? UDFൻ്റെ കാലത്ത് വനം വകുപ്പ് മന്ത്രിമാർ 3 പേരല്ല വന്നത്, 4 പേരുണ്ടായിരുന്നു. മന്ത്രി സുധാകരൻ, മന്ത്രി KP വിശ്വനാഥൻ, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒടുവിൽ മന്ത്രി സുജനപാൽ. ഇതിനിടയിൽ ഒരിടവേളയിൽ ഏതാനും മാസങ്ങൾ മുഖ്യമന്ത്രിക്ക് ചുമതലയുണ്ടായിരുന്നു, 2-3 മാസങ്ങൾ. അങ്ങനെ നോക്കിയാൽ വനം വകുപ്പിൽ മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 5 മന്ത്രിമാർ വനം വകുപ്പിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിലപ്പോൾ വനം വകുപ്പ് ഇപ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യം ഇഷ്ടപ്പെടാത്ത ചില ശക്തികളുണ്ട്. പ്രത്യേകിച്ചും വനം മാഫിയ എന്ന് വിളിക്കപ്പെടുന്ന നിശ്ചിത താല്പര്യങ്ങളുടെയും ഇരുണ്ട ലക്ഷ്യങ്ങളുടെയും ശക്തികൾ. അവർ ഗവൺമെൻറ്റുമായി പലപ്പോഴും അവരുടെ നീരസം പ്രകടിപ്പിക്കുമ്പോൾ, ഇപ്പോഴെല്ലാം ആദ്യകാലത്തൊക്കെ പലപ്പോഴും പറയുമായിരുന്നു, മന്ത്രിമാരെ വാഴ്ത്താനും വീഴ്ത്താനും കഴിയുന്ന ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന കാര്യം പരിഗണിക്കാതെ മുമ്പോട്ട് പോയാൽ അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ എത്ര മന്ത്രിമാർ വനം വകുപ്പിൽ ഭരിക്കാൻ വേണ്ടി വന്നുപോയി എന്ന കാര്യം അറിയാമല്ലോ എന്ന് അല്പമൊരു ഭീഷണിയുടെ സ്ഥലത്തിൽ എന്നോട് തന്നെ സംസാരിച്ചവരെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതവരുടെ കാര്യം. ഭീഷണിക്ക് വഴങ്ങാനോ സമ്മർദ്ദങ്ങൾ കണ്ടാൽ പേടിപ്പെട്ടു പോകാനോ പ്രലോഭനം കണ്ട് കണ്ണഞ്ചി പോകാനോ അല്ല ഞങ്ങളെല്ലാവരും നിയുക്തരായിട്ടുള്ളത്. അല്ല, ഇങ്ങനെ ശക്തമായ പ്രലോഭനങ്ങളോ ഭീഷണികളോ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും കടുത്ത മാഫിയ വാഴ്ചയുടെ വകുപ്പായിരുന്നു. മാഫിയ ശക്തികളുടെ ഒരുപാട് ചെയ്തുകളുടെ ഇടമായിരുന്നു വനം വകുപ്പ്. ആ സ്ഥിതിക്ക് പൂർണ്ണമായും ഞങ്ങൾ മാറ്റം വരുത്തി. ഒരിക്കലും ആരും കൈവയ്ക്കാൻ ധൈര്യപ്പെടാതിരുന്ന വനം ചന്ദന മാഫിയകളിൽപ്പെട്ട 150-ൽ പരം വലിയ കണ്ണികളെ ഞങ്ങൾ പിടികൂടി അകത്താക്കി. മുൻ ഗവൺമെൻറ് കാലത്തുണ്ടായ സ്ട്രോങ് റൂം കവർച്ചാ കേസ് അന്വേഷിക്കാൻ ഞങ്ങൾ CBIയെ ഏൽപ്പിച്ചു. പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ഞങ്ങൾ ഒന്നാന്തരമായിട്ട് പിടിമുറുക്കി. കേരളത്തിലെ വനങ്ങളിൽ നിന്ന് സുരക്ഷിതമാണ്. അവിടെ മാഫിയ അഴിഞ്ഞാട്ടങ്ങൾക്ക് ഇടമുണ്ടാവുകയില്ല. ഞങ്ങൾ ചന്ദന മാഫിയയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തുന്ന പ്രശ്നമില്ല. കേരളത്തിലെ കാടുകളിൽ ഒരു കാലത്ത് സംഘടിതമായ കഞ്ചാവ് കൃഷി ഉണ്ടായിരുന്നു. LDF ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാക്കാൻ കഷ്ടിച്ച് 6 മാസം മാത്രം ബാക്കിയിരിക്കെ ഇപ്പോൾ ഞാൻ അവകാശപ്പെടുന്നു, കേരളത്തിലെ കാടുകൾ ഇന്ന് സംഘടിതമായ കഞ്ചാവ് കൃഷി ഇല്ലാത്ത അതിൽ നിന്നും ഉത്തമമായ കാടുകളാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ കൂടുന്ന റിവ്യൂ മീറ്റിങ്ങുകളിൽ ആ കാര്യം ഉറപ്പാക്കാൻ വേണ്ടി ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കാണിക്കേണ്ട ജാഗ്രത ഞാൻ പൂർണ്ണമായും കാണിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റാർ വിഷൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നു, എനിക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ, ഏറ്റവും താഴെ തലം മുതലുള്ള റിപ്പോർട്ടുകൾ എല്ലാ മാസവും റിവ്യൂ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നു കേരളത്തിലെ കാടുകൾ സംഘടിത കഞ്ചാവ് കൃഷിയില്ലാത്ത കാടുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ആ അവകാശവാദത്തിനോട് വ്യത്യസ്തമായ ഒരു വീക്ഷണമുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയില്ല. ഞാനത് പരസ്യമായി പറഞ്ഞ കാര്യമാണ്. കേരളത്തിലെ കാടുകളുടെ ഏതെങ്കിലും ഭാഗത്ത് സംഘടിതമായ കഞ്ചാവ് കൃഷി ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ, ആ തെളിയിക്കുന്ന പത്രപ്രവർത്തകരാകാം, പൊതുപ്രവർത്തകന്മാരാകാം, ഏത് പൗരനുമാകാം, സ്ത്രീയോ പുരുഷനുമാകാം, അങ്ങനെ തെളിയിക്കുന്നവർക്ക് ഞങ്ങളൊരു കാര്യമായ സമ്മാനം കൊടുക്കാൻ ഒരുക്കമാണ്. അത് ഞാൻ പരസ്യമായിട്ട് 6 തവണ കേരളത്തിൻ്റെ 6 ഭാഗത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞ കാര്യം എൻ്റെ നാടായ നാദാതലത്ത് വെച്ച് ഞാൻ വീണ്ടും സന്തോഷപൂർവ്വം പറയുന്നു. ആ വാഗ്ദാനം മാത്രമല്ല, അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് തെളിഞ്ഞാൽ അവിടെ ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കാനും ഒരുക്കമായിരിക്കും ഗവൺമെൻറ്. ഇതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഒരു സ്വഭാവമെന്നും കൂടി ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴങ്ങിക്കേട്ടതാണ് ആതിരപ്പള്ളി പദ്ധതി. ഈ ആതിരപ്പള്ളി പദ്ധതിക്ക് ഉടക്കം വെക്കുന്നത് വനം വകുപ്പാണെന്ന് വൈദ്യുതി മന്ത്രി AK ബാലൻ തൃശ്ശൂരിലടക്കം പല വേദികളിൽ സംസാരിച്ചതായി നമുക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹാവുമാണ് AK ബാലൻ.